ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഗ്രേവിയാണ്. പൊറോട്ട, ചപ്പാത്തി, നാൻ എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം. നല്ലൊരു ടേസ്റ്റി ഗ്രേവിയാണിത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 2 വലിയുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ വേണ്ടത് 2 ഏലക്കായ, കറാമ്പു, പട്ട, പിന്നെ ബേ ലീവ്സ്, പിന്നെ കുറച്ച് കസൂരി മേത്തി. 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പനീർ ചെറുതായി ഫ്രൈ ആക്കുന്നതിന് മുമ്പ് നമ്മൾ മസാല പിടിപ്പിക്കണം. അതിന് വേണ്ടത് 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റൗ ഓണാക്കി ഒരു പാന് സ്റ്റൗവിൻ്റെ മുകളിൽ വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് 1 സ്പൂണ് മിൽമൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ലോണം ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് ഈ പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ മറുവശം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഏകദേശം പനീർ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പനീർ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ സെയിം പാനിൽ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഉള്ളി താളി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ പച്ചമണം പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക.
ഇപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേ ലീഫ്, കറാമ്പ്, പട്ട, ഏലക്കായ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി മിക്സിയിൽ ഇട്ട് ജ്യൂസ് അടിച്ചതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അടുത്തത് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കിയ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.